രജിസ്ട്രാർക്ക് വീഴ്ച സംഭവിച്ചുവെന്നും നടപടിയെടുക്കാൻ തനിക്ക് അധികാരമുണ്ട് എന്നും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. വിസിക്കുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത്. മാതൃഭൂമി ന്യൂസിനോട് അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുകയുണ്ടായി. വിസിക്ക് സിൻഡിക്കേറ്റിന്റെ പവർ മുഴുവൻ കിട്ടും. അപ്പൊ ഈവൻ ചീഫ് മിനിസ്റ്റർ പോലും കിട്ടൂല. സിൻഡിക്കേറ്റ് എന്നിട്ട് എടുത്തിട്ട് സിൻഡിക്കേറ്റിനെ അറിയിച്ചാൽ മതി, റിപ്പോർട്ട് ചെയ്താൽ മതി. അതേസമയം മറ്റേ ക്യാബിനറ്റ് ഡിസിഷൻ എടുക്കണം. ചീഫ് മിനിസ്റ്റർ എടുത്തിട്ട് ക്യാബിനറ്റ് അറിയിച്ചാൽ പോരാ. ഇതങ്ങനെയാണ് ഉണ്ടാക്കിയത്. സെനറ്റ് പോലെ അക്കാഡമിക് കൗൺസിൽ അതിലും മുഴുവൻ അധികാരവും വി സിക്കാണ്. എന്നിട്ട് വി സി റിപ്പോർട്ട് ചെയ്യുന്നത് മതി. ഞാനിപ്പം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നീക്കുന്നു ഓഫീസിൽ നിന്ന്. ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റോട് തന്നെ പറയും ഈ ചെയ്തതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. ഇനി അവര് തെറ്റ് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ പണിഷ് ചെയ്യേണ്ടി വരും. അദ്ദേഹത്തെ ഇവിടെ നിന്ന് തിരിച്ചയക്കേണ്ടി വരും. അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ വന്ന ആളെ തിരിച്ചയക്കേണ്ടി വരും. അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് ഇടപെടണില്ല. നമ്മുടെ നിയമപരമായിട്ട് എനിക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഐ ഹാവ് ഡൺ. ലിഷോയുണ്ട് വിശദവിവരങ്ങളുമായി. ലിഷോയ്, അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്ത അവകാശങ്ങൾ, അധികാരങ്ങൾ വി സിക്ക് ഉണ്ട് എന്നതാണ്. പക്ഷേ നിയമപരമായി സസ്പെൻഡ് ചെയ്യാൻ അവകാശമില്ല എന്ന് ചട്ടത്തിൽ പറയുകയും ചെയ്യുന്നു. ഇത് രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഒത്തുപോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ അദ്ദേഹവും പറയുന്നത് യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങൾ, സർവകലാശാലയുടെ ചട്ടങ്ങൾ അത് തനിക്കറിയാവുന്നതാണ്. അതിൽ കൃത്യമായ പവർ അത് വി സിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലൊരു പവർ ഒരു മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ്. മന്ത്രിസഭാ യോഗ അദ്ദേഹം ഉപമിച്ചത് അതിനോടാണ്, മുഖ്യമന്ത്രിയോട് ഒപ്പമാണ് ഉപമിച്ചത്. അതായത് മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം ഒറ്റയ്ക്കെടുക്കാനായി മുഖ്യമന്ത്രിക്ക് പോലും കഴിയില്ല. അതിന് കൂട്ടായ തീരുമാനമെടുത്താണ് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ ഈ സർവകലാശാലയുടെ കാര്യത്തിൽ തനിക്കുള്ള വി സിക്കുള്ള അധികാരം എന്ന് പറയുന്നത് അത് മറിച്ചാണ്. അതായത് വി സിയെ പുറത്താക്കാൻ, വി സിക്ക് രജിസ്ട്രാറെ പുറത്താക്കാനല്ല, പക്ഷേ അതേസമയം തന്നെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ, ഒരു വ്യക്തമായ ഒരു പ്രശ്നം അത് സർവകലാശാലയിൽ നടന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൻ്റെ ഭാഗമായി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം തനിക്കുണ്ട്. ഇനി ഈ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ ഗവർണിംഗ് ബോർഡിൻ്റെയും, അതായത് ഗവർണിംഗ് കൗൺസിലിൻ്റെയും അതിനോടൊപ്പം തന്നെ ഈ അക്കാദമിക് കൗൺസിലിൻ്റെയും എല്ലാ അധികാരങ്ങളും വി സിയിൽ അധിഷ്ഠിതമാണ്. വി സിക്ക് ആ തീരുമാനങ്ങൾ എടുക്കാനായി സാധിക്കും. അതേസമയം തന്നെ ഈ സിൻഡിക്കേറ്റിനോട് തന്നെയാണ് ഈ രജിസ്ട്രാറിനെ കുറിച്ചുള്ള ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചുമതലപ്പെടുത്തിയ ഈ സിൻഡിക്കേറ്റ് അത് ഇത്തരത്തിൽ ഈ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് അത് അപ്പോൾ നോക്കാമെന്നുള്ളതാണ്. പക്ഷേ അഥവാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. തനിക്ക് ഉള്ള അധികാരം വെച്ചുകൊണ്ട് തന്നെയാണ് വി സി ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. രണ്ടു കൂട്ടരും അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ഒരാൾ രജിസ്ട്രാർ പറയുന്നത് ചട്ടത്തിൽ അത് പറഞ്ഞിട്ടില്ല, വി സി പറയുന്നു അങ്ങനെ ഒരു അധികാരമുണ്ട് വി സിക്ക് എന്നതാണ്.